മാനസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൈദ്യനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തെത്തി. എത്തിയ പാടേ ഗുരു ചോദിച്ചു, താൻ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടു. താൻ വന്നതിൻ്റെ കാരണം ഗുരു എപ്പോഴേ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൊട്ടാരം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു പറഞ്ഞു, ഇതാ ഈ കരണ്ടിയും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്തെത്തി. നീ എല്ലാം കണ്ടുവല്ലേ? നീ എൻ്റെ ആ തിരശ്ശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്തു കൊണ്ടുവന്നതാണ്. അല്ല, നീ എൻ്റെ ആ ഉദ്യാനം കണ്ടില്ലേ? അത് ഇങ്ങനെ ആവാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. അല്ല, നീ എൻ്റെ ആ ഗ്രന്ഥപുര കണ്ടില്ലേ? അതിലെ ഓരോ താളുകളും എത്ര മനോഹരമാണ്. താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കരണ്ടിയിലെ 2 തുള്ളി എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. താൻ ഇതൊന്നും കണ്ടില്ലല്ലേ? എന്നാൽ നീ ഒന്നുകൂടി കൊട്ടാരം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ എല്ലാം നല്ലപോലെ കണ്ടു. ചുമരിലെ കലകൾ, ഗുരു പറഞ്ഞ തിരശീല, ഉദ്യാനം, ഗ്രന്ഥപുര, അങ്ങനെ എല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് പറഞ്ഞു. അപ്പോഴാണ് ഗുരുവിൻ്റെ ചോദ്യം വന്നത്, അല്ല, ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, ആ കരണ്ടിയിലെ 2 തുള്ളി എണ്ണ അതിൽ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമുണ്ട്. ലോകത്തിലെ എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കൈയിരിക്കുന്ന ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. അതിലെ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.